ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അതേ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ ചതിക്കാൻ കഴിയുമോ? അതും ഒന്നും രണ്ടും വർഷമല്ല, 10 വർഷത്തിലേറെ കാലമായിട്ട് അങ്ങനെ ചതിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടാകാം. പറഞ്ഞു വരുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമൊക്കെയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെക്കുറിച്ചുമാണ്. രാഹുൽ എപ്പോഴും പറയുന്നത് മോദി ചതിക്കുന്നു, മോദി നേതൃത്വം നൽകുന്ന BJP എന്ന പാർട്ടി ചതിക്കുന്നു. എങ്ങനെ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലേക്കും അധികാരത്തിൽ വരാൻ കഴിയാതെ, ലോക്സഭയിൽ തുടർച്ചയായി വിജയം നേടാൻ കഴിയാതെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ചതിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയായിരുന്നു ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ കുന്തമുന. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പറയുന്നത് എന്താ? രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൽ തീരെ ആത്മാർത്ഥതയില്ലാത്ത ഒരു കോൺഗ്രസ് നേതാവ്, അതാണ് രാഹുൽ ഗാന്ധി. ഒരിക്കൽ പോലും സ്വന്തം പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച് വലിയ പ്രയത്നങ്ങളൊന്നും നടത്തുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് കനത്ത തോൽവി നേടിക്കൊടുത്ത നേതാവാണ് ഈ രാഹുൽ ഗാന്ധി. ഇനി അപ്പുറത്തേക്ക് പറഞ്ഞാലോ, BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന തേരോട്ടത്തെ പ്രതിരോധിക്കാനോ തടുത്തു നിർത്താനോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സാധിക്കുന്നില്ല. ഏതാണ്ട് 95ഓളം നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിച്ചത്. അത്രയും തോൽവി ഏറ്റുവാങ്ങി. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോൽവി ഏറ്റുവാങ്ങി. 2004 അമേഠിയിൽ മത്സരിച്ചുകൊണ്ടാണ് രാഹുൽ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് പതിയെ നടന്നു കയറുന്നത്. ഈ നടന്നു കയറിയതിന് ശേഷം ഒട്ടനവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നു. ഗുജറാത്താണ് ആദ്യത്തെ ഒരു സംസ്ഥാനം. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ 2007, 2012, 2017, 2022 4 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് കോൺഗ്രസിനെ തുടച്ചു നീക്കുന്ന പ്രവർത്തനം BJP അവിടെ കാഴ്ചവെച്ചു. 2014 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നേടാൻ സാധിച്ചില്ല. ഇനി രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന ഉത്തർപ്രദേശിൽ ആര് ഭരിക്കുന്നോ ആ പാർട്ടി രാജ്യത്തെ ഭരിക്കുമെന്നുള്ളതാണ് എഴുതപ്പെടാത്ത ഒരു നിയമം. പക്ഷേ ഉത്തർപ്രദേശിലും കോൺഗ്രസിൻ്റെ ഈ കാലങ്ങളായിട്ടുള്ള ഒരു ആധിപത്യം അതിനെ പൂർണ്ണമായിട്ടും പിഴുതെറിയാനായിട്ട് BJPക്ക് സാധിക്കുന്നു. 2007, 2012, 2017, 2022 തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ തന്നെ ഈ 2019 അമേഠിയിൽ മത്സരിച്ച, ഉത്തർപ്രദേശിലായിരുന്നു അമേഠി മണ്ഡലം, അവിടെയും രാഹുൽ ഗാന്ധിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൻ്റെ കാര്യമെടുക്ക്. ഈ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഏതാണ്ട് 3 പതിറ്റാണ്ട് കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചിരുന്നത്. പക്ഷേ 1990കൾ മുതൽ കോൺഗ്രസ്സിന് അവിടെ ഉണ്ടാകുന്ന ആധിപത്യം നഷ്ടമാവുകയാണ്. 2010, 15, 2020, 25 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അവിടെ വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ 2015 തെരഞ്ഞെടുപ്പിൽ JDU നേതാവായിട്ടുള്ള നിതീഷ് കുമാർ NDA സഖ്യം വിട്ട് കോൺഗ്രസുമായിട്ട് കൂട്ടിയായിരുന്നു. അങ്ങനെ കോൺഗ്രസും JDUവും അതുപോലെ തന്നെ ഈ RJDയും ഒക്കെ ചേർന്ന് കുറച്ചു കാലം ഭരിച്ചു. ഇതിനുശേഷം വീണ്ടും ഈ NDA സഖ്യത്തിലേക്ക് നിതീഷ് കുമാർ തിരിച്ചു വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ ആധിപത്യം തകരുകയാണ്. 2020 70 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു, 19 എടുത്ത് മാത്രം വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണത്തെ ഇലക്ഷനിൽ 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ കിട്ടിയത് 6 സീറ്റുകൾ മാത്രം. അപ്പം എത്രത്തോളം ഒരു കാഴ്ചപ്പാടില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പാറ്റ്നയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടധികാർ യാത്രയൊക്കെ നടത്തി വലിയ ഓളം ബീഹാറിൽ ഉണ്ടാക്കാൻ രാഹുലിന് സാധിച്ചു. അന്ന് RJD നേതാവായ തേജസ്വി യാദവ് ഇടതുപക്ഷ നേതാക്കളെയൊക്കെ കൂട്ടിച്ചേർത്താണ് ഈ ജാഥ നടത്തിയത്. അങ്ങനെ മഹാസഖ്യത്തിന് ഇലക്ഷനിലേക്ക് ഒന്ന് കാല് വെച്ച് കയറാനുള്ള അവസരമെല്ലാം തന്നെ ഈ രാഹുൽ ഉണ്ടാക്കി. പിന്നീട് സെപ്റ്റംബർ 1 രാഹുൽ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. അന്ന് പറഞ്ഞത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു എന്നാണ്. 5 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നു. ഡൽഹിയിൽ വന്നെങ്കിലും പാറ്റ്നയിലേക്ക് വരാനോ അല്ലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം വഹിക്കാനൊന്നും രാഹുൽ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ RJD മഹാസഖ്യം ദയനീയമായിട്ട് പരാജയപ്പെടുന്നു. അപ്പോൾ സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാത്ത ഒരു കോൺഗ്രസ് നേതാവ് വലിയ വായിൽ നിലവിളിക്കുകയാണ്, എന്നെ ചതിക്കുന്നേ, എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നേ. ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന BJP എന്ന പാർട്ടിയും. ചുരുക്കം പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് എവിടെയും കോൺഗ്രസിന് യാതൊരു ആധിപത്യവുമില്ല. എന്ന് പറഞ്ഞാൽ
കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്ന BJPയുടെ അജണ്ട കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടുവരാനായിട്ട് BJP നേതൃത്വത്തിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ചതിച്ച പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മാറുകയാണ്. 1, 2 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ചതിച്ചു. ഇതുകൂടാതെ BJP എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിനെ ഏതാണ്ട് 2 പതിറ്റാണ്ടായിട്ട് ചതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൃദയഭൂമിയിൽ വലിയ തേരോട്ടം നടത്തിക്കൊണ്ട് BJP ഇവരെ ഞെട്ടിക്കുകയാണ്. ഇനി മധ്യപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താലോ, മധ്യപ്രദേശിൽ 2008, 2013, 2018, 2023 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലം തൊടിയിച്ചില്ല. ആ രീതിയിലുള്ള വിജയം നേടി. ഹരിയാനയുടെ കാര്യമെടുത്താൽ 2014-ലും 2019-ലും വമ്പൻ വിജയം നേടിയ BJPയെ 2024 കോൺഗ്രസ് അട്ടിമറിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും BJP ശക്തമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഇനി ഈ ബീഹാറിലെ കാര്യമെടുത്ത് നോക്ക്. രാഹുൽ ഗാന്ധി അകന്നു നിന്ന സമയത്ത് കൃത്യമായ തന്ത്രങ്ങളിലൂടെ പാറ്റ്നയിൽ, ബീഹാറിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJP നേതൃത്വത്തിന് സാധിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൊക്കെ തന്നെ അവിടുത്തെ വിവിധ റാലികളിലും മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ബീഹാർ ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിൽ കളം പിടിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് BJP ഇവിടെ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. താഴെ തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം ശക്തിപ്പെടുത്തി മുകൾ തട്ടിലേക്ക് കൊണ്ടുവന്ന് BJP അർഹിക്കുന്ന വിജയം സ്വന്തമാക്കി. അപ്പോഴും രാഹുലിൻ്റെ വിലാപം, കരച്ചിൽ അവസാനിക്കുന്നില്ല. എന്നെ ഇതാ മോദി വീണ്ടും പരാജയപ്പെടുത്തുന്നു, എന്നെ വീണ്ടും മോദി ചതിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ഈ മോദിക്ക് അല്ലെങ്കിൽ BJPക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സഹായം ഈ രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിൻ്റെ എണ്ണം സെഞ്ചുറിയിലേക്ക് എത്തിച്ചു കൊടുക്കുക, 1, 2 സംസ്ഥാനങ്ങളിലൂടെ തോൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇനി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മറ്റോ തോൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ 100 പരാജയങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവെന്ന പട്ടികയിലേക്ക് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇടം പിടിച്ചേക്കാം. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ജോർജ് സോറോസ് അല്ലെങ്കിൽ അവർ ഫണ്ട് ചെയ്യുന്ന NGOകളൊക്കെ തന്നെ രാഹുലിന് വേണ്ടി അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരും അത് നിർത്തി. കാരണം രാഹുലിനെ കൊണ്ട് രാജ്യം ഭരിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാനോ സാധിക്കില്ല. ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഴ്ചകളാണ് ബീഹാറിലെ പരാജയത്തിന് കാരണമെന്നാണ്. ഇത് പറയുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള KC വേണുഗോപാല. കാരണം രാഹുൽ നേരിട്ട് വരുന്നില്ല. എന്നിട്ട് പറയുന്നു സുതാര്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് നടന്നത്, ഇലക്ഷൻ കമ്മീഷൻ്റെ ചില വീഴ്ചകളുണ്ടായി, ആ വീഴ്ചകൾ BJP മുതലെടുക്കുന്നു, അല്ലെങ്കിൽ BJP ഉൾപ്പെടുന്ന NDA സഖ്യം മുതലെടുത്ത് വിജയത്തിലേക്ക് നടന്നുകയായിരുന്നു. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ മൊത്തം BJPക്ക് മികച്ച തേരോട്ടമുണ്ടാകുന്നു. കോൺഗ്രസ് ആ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും രാഹുലിനെ നിലവിളിക്കാനേ കഴിയുകയുള്ളൂ. മോദി എന്നെ ചതിച്ചേ, BJP എന്നെ ചതിച്ചേ. അപ്പോൾ രാഹുൽ പറഞ്ഞത് സത്യമാകുന്നുണ്ട്. ചതിച്ചു എന്നുള്ളത് സത്യമാണ്. എന്തിനാണ് ചതിച്ചത്? മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണം നേടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം പിടിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തി. അങ്ങനെയാണ് മോദിയും കൂട്ടരും രാഹുലിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.